ലൈംഗികമായി അവൻ പാടില്ലാത്ത വ്യക്തികളോട് ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്ന ഭോഗികൾക്ക് യജ്ഞശാലയിൽ സ്ഥാനമില്ല എന്നൊരു റിക്കുണ്ട്. അപ്പം അത്തരത്തിൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരെയാണ് ശിഷ്ഞദേവന്മാരെന്ന് വേദം കളിയാക്കി വിളിക്കുന്നത്. അവരെ തന്നെയാണ് ഗീതയിൽ ദുർബലാൻ അജിതേന്ദ്രിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അജിതേന്ദ്രിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളുടെ മേലെ ജയമില്ലാത്തവൻ, കണ്ടവളൊക്കെ കയറി പിടിക്കണവനാണ് ആര്? ശിഷ്ഞദേവൻ. അങ്ങനെയുള്ളവൻ യാഗശാലയിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്നാണ്. കാരണം അവൻ എന്തില്ല? ത്യാഗമില്ല. എല്ലാം എനിക്ക് ഭോഗിക്കാനാണെന്ന് ചിന്തിക്കുന്ന പോലെ ആണ് ആ പരിപാടി. പത്തനാപുരത്ത് ഒരാൾ തോറ്റിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങളും എനിക്ക് ഭോഗിക്കാനാണെന്ന് ചിന്തിക്കുന്ന ആ മനസ്ഥിതിയാണ് എന്ത്? ശിഷ്ഞദേവൻ്റെ മനസ്ഥിതി. അതൊക്കെ മലയാളം താനേ നാടൻ മലയാളത്തിലേക്ക് ബഹു തമാശയായി പോകൊണ്ട് പറയണില്ല. ഏതായാലും അപ്രകാരം ജീവിതത്തിൽ ലൈംഗിക വൃത്തിയിൽ ധർമ്മനിഷ്ഠ വേണം, ആഹാരം കഴിക്കുന്നതിൽ നിഷ്ഠ വേണം. എല്ലാം നമുക്ക് കഴിക്കാനുള്ളതല്ല. കാലുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, പദ്ഭ്യാം ഉദരേണ ശിഷ്ഞാം, കാലുകൊണ്ടോ കൈകൊണ്ടോ, ഹസ്താഭ്യാം മനസാ വാച, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശിഷ്ഞം കൊണ്ടോ എന്ന് വേണ്ട സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സൂര്യൻ സാക്ഷിയാണ്. ആ സൂര്യൻ ഈ തെറ്റുകൾ പൊറുക്കണം, ആവർത്തിക്കപ്പെടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആ സൂര്യനോട് നടത്തുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് ഗായത്രി മന്ത്രത്തിലൂടെ സിദ്ധിക്കുന്നത്. ഗായത്രി മന്ത്രം നിത്യം ജപിക്കുമ്പോൾ തലേന്നുള്ള പാപങ്ങൾ അന്നന്ന് തീർപ്പ് കൽപ്പിച്ച് തീരും. അതാണ് സൂര്യനാണ് അതിൻ്റെ എല്ലാം നാഥൻ. സൂര്യനെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ജീവിതം. 3 സന്ധ്യകളുടെ ഒരു ദിവസം, പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഈ 2 സന്ധ്യകളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിളക്ക് വെക്കുന്നുണ്ട്. രാവിലെ ഒരു പരപരാന്നാവുമ്പോൾ ഇരുട്ട് പോയിട്ടുമില്ല, വെളിച്ചം വന്നിട്ടില്ല എന്ന സമയം സന്ധ്യ. ആ സമയത്ത് നമ്മൾ വിളക്ക് കളിക്കും. എന്തിനാണ്? സൂര്യനിൽ നിന്നാണ് ഭൂമിയിൽ അഗ്നി ഉണ്ടായത്. സൂര്യൻ്റെ ഒരു കഷ്ണം പണ്ടേ പൊട്ടിത്തെറിഞ്ഞിട്ടാണ് ഈ ഭൂമി ഉണ്ടായത്, അല്ലേ? അപ്പോൾ സൂര്യൻ്റെ ആത്മാവിനെ ഭൂമി ആത്മാവായി വരിച്ചിരിക്കുകയാണ്. സൂര്യൻ്റെ വധുവാണെന്ന് പറയും, സൂര്യപുത്രിയാണെന്നും പറയും. കാരണം സൂര്യനിൽ എരിയുന്ന അതേ അഗ്നി ഭൂമിക്കുള്ളിലും എരിയുന്നുണ്ട്. ഭൂമി ആവട്ടെ നമുക്ക് അമ്മയാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. വേദം പറയാണ് മാതാവ് ആണ് ഭൂമി. ഭൂമിയെ അനാവശ്യമായിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല, മലയിടിക്കാൻ പാടില്ല, മരം വെട്ടാൻ പാടില്ല, എല്ലാത്തിനും ധർമ്മനിഷ്ഠ വേണം. ഹിന്ദു അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭൂമിയിലൊരു കുഴിയെടുക്കണമെങ്കിൽ പോലും അതിന് വേണ്ടുന്ന പൂജകൾ ചെയ്തോളുന്നതാണ്. വീടുണ്ടാക്കുമ്പോൾ പൂജകൾ ചെയ്യണം. എന്താ കാരണം? ഭൂമി ദേവി നമുക്ക് അമ്മയാണ്, പെറ്റമ്മയാണ്. ഞാനോ അമ്മയുടെ മകനാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമിയെ തൊട്ടു വന്ദിച്ചിട്ടാണ് ഭൂവന്ദനം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ആ ഭൂമി ആരാണ്? സൂര്യനിൽ നിന്ന് അടർന്നു വന്നാണ്. സൂര്യൻ്റെ അംശമാണ് ഭൂമി. സൂര്യൻ ജ്വലിക്കുന്ന അഗ്നി ഭൂമി ഇപ്പോഴും അതിൻ്റെ കോറിലുണ്ട്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആത്യന്തികമായി ഭൂമിയിൽ ഈ ഇത്ര കൃത്യമായ ക്ലൈമറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന സൂര്യൻ അവിടെ നിന്ന് ഒരടി മുന്നോട്ട് വന്നാലും ഒരടി പിന്നോട്ട് പോയാലും ഭൂമിയിൽ ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര കൃത്യമായി നിന്നുകൊണ്ട് ജീവസന്ധാരണം സാധ്യമാക്കി സകല ജീവജാലങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്ന നമ്മുടെ പ്രധാന ദേവനാരാണ്? സൂര്യൻ തന്നെയാണ്. സൂര്യനാവട്ടെ അഗ്നി തന്നെയാണ്. സൂര്യനിൽ നിന്നാണ് നമ്മൾ അഗ്നി എടുത്തത്. സൂര്യനിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ് ഇവിടെ അഗ്നി ഉള്ളത്. അതുകൊണ്ട് സൂര്യന് നമ്മൾ കൊടുക്കുന്ന നന്ദി സൂചകമാണ് വിളക്കു തെളിക്കൽ എന്ന കർമ്മം. അത് ഈ അടുത്ത കാലത്ത് എനിക്ക് വിളക്ക് തെളിക്കൽ എത്ര കാലം ഉണ്ടാവും? മഹാഭാരത കാലത്തൊക്കെ ഉണ്ട്. അതിന് മുമ്പുണ്ടോ അറിയില്ല. അതിന് മുമ്പ് യാഗശാലയാണല്ല. ദീപം തെളിക്കുക, ദീപപ്രോജ്വലനം. എങ്ങനെയാണുള്ളത്? അതെന്താ കാരണം? ഈ യാഗത്തിലുള്ള അഗ്നിയും വീട്ടിൽ സന്ധ്യയ്ക്ക് തെളിക്കുന്ന വിളക്കും എല്ലാം എന്താണ്? അഗ്നി തന്നെയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി കൃത്യമായ അകലത്തിൽ നിന്നുകൊണ്ട് മഴ പെയ്യിക്കുകയും വെയിൽ തരികയും ചെയ്തുകൊണ്ട് ജീവസന്ധാരണം സാധ്യമാക്കുന്ന സൂര്യദേവന് നമ്മൾ കൊടുക്കുന്ന നന്ദി സൂചകമാണ് ഈ വിളക്ക് തെളിക്കൽ. അത് CF ഇട്ടാൽ മതിയാവില്ല കുഞ്ഞഹമ്മദേ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വിവരം നമുക്ക് വേണം. മനസ്സിലായോ? ഇങ്ങനെ വളരെ വിശാലമായ ടോപ്പിക്കാണ്. അരമണിക്കൂറിന് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരുപാട് വൈദിക മന്ത്രങ്ങൾ ഉദ്ധരിക്കാണ്ട് ഇതിന്. ആ സത്യേന രജസ വർത്തമാനോ നിവേശയന് തുടങ്ങിയ മന്ത്രം സൂര്യമന്ത്രമാണ്. ആ മന്ത്രത്തെയൊക്കെ വിശദീകരിച്ച് അർത്ഥം പറയാനുണ്ട്. അതൊന്നും ഇവിടെ നടക്കില്ല. ഒരു പൊതുസദസ്സാണ്. മഴ പെയ്യേണ്ട വിശക്കുണ്ടാവും. വൈശ്വാനരാഗ്നി, അല്ലേ? ഇപ്പം എല്ലാ ജീവജാലം ഭൂമിയിൽ ഭൂമിയുടെ അകത്തും അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വയറ്റിലും അഗ്നി തെളിയാണ്. പണ്ടൊരു പാട്ടുണ്ട്, വണ്ടി വണ്ടി നിന്നെപ്പോലെ വയറിൽ എനിക്കും തീയാണ്, തെണ്ടി നടന്നാൽ 2 പേർക്കും കയ്യിൽ കിട്ടുന്ന കായാണെന്നൊരു പാട്ട്, അല്ലേ? അതുപോലെ നമ്മളെല്ലാവരും ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ജോലി ചെയ്യുന്നത്. എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും. പക്ഷെ അവരറിയുന്നില്ല അകത്തിരിക്കുന്ന മഹാവിഷ്ണു പൂജയാണ് ഓരോ ഉരുളച്ചോറും.
അപ്പോൾ എന്താണ് മഹാവിഷ്ണുവിന് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ യുക്തിക്ക് വിടുകയാണ്. മഹാവിഷ്ണുവിനെ കള്ളു കുടിപ്പിക്കണോ, റമ്മ് കുടിപ്പിക്കണോ, ചാരായം കുടിപ്പിക്കണോ, കുഴിമന്തി തീറ്റിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു സത്യമുണ്ട്, വയറ്റിലിരിക്കുന്ന അഗ്നി മഹാവിഷ്ണു തന്നെയാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പചാമ്യന്നം ചതുർവിധം. ഇങ്ങനെ സൂര്യന് കൊടുക്കുന്ന ഒരു കൃതജ്ഞതാഭാവമാണ് എല്ലാ യാഗങ്ങളും. സൂര്യന് മാത്രമല്ല, ഇന്ദ്രൻ, മിത്രൻ, വരുണൻ തുടങ്ങിയുള്ള ദേവകൾക്കെല്ലാം യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ സദ്ഫലങ്ങൾ, അതിൻ്റെ യാഗത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ഹവിസ്, ഹവ്യവാഹനനാണ് അഗ്നി. യാഗാഗ്നി ഹവ്യവാഹനനാണ്. നമ്മൾ അർപ്പിക്കുന്ന ഹവിസിനെ ഇന്ദ്രനും മിത്രനും വരുണനും സൂര്യനുമെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഏജൻ്റാണ്. അപ്പോൾ അത്തരത്തിൽ യാഗം ചെയ്യുന്നത്, സുഹൃതയാഗം പ്രത്യേകിച്ചും ദുഷ്കൃതങ്ങൾ ചെയ്തു പോയിട്ട് കൊണ്ട് ഭൂമിയിലുണ്ടായ കെടുതികളെ, നാട്ടിലുണ്ടായ കെടുതികളെ, നാട്ടിലുണ്ടായ വിഷമങ്ങളെ എല്ലാം പരിഹരിക്കാൻ സുഹൃതയാഗം കൊണ്ട് സാധിക്കും. നന്നായി ചെയ്താൽ യാഗാവസാനം മഴയും പെയ്യും. മാത്രമല്ല പിന്നീട് ജീവികൾക്കെല്ലാം പുഷ്ടിയും തുഷ്ടിയും അനുഭവപ്പെടും. അപ്പോൾ ഗായത്രിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഗായത്രി ഗാനം ചെയ്യാനും നമ്മളെ പാലിക്കുന്നവളുമാണ്. ആ വേദമാതാവായ ഗായത്രിയെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ ലഘുഭാഷണം ഇവിടെ നിർത്തട്ടെ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമജയം.